ഗൈസ്, വെൽക്കം ബാക്ക് ടു സമാസ് വ്ലോഗ്. നമുക്ക് ഫിൻഡലിന് പേരും കടും പനിയാട്ടെന്ന് ഫിൻഡലിന്. അപ്പോൾ അതാ പനിച്ചിട്ട് ഓനെ ഹോസ്പിറ്റലിൽ വരെ ഞങ്ങൾ കൊണ്ടേ, അമ്മാര് സീരിയസ് പനി. അപ്പോൾ നമ്മൾ ഫിൻഡലിൻ്റെ പനിക്കുള്ളൊരു ഡയൽ മൈലിഫ് കണ്ടല്ലോ. ഫൈനൽ വളരെയധികം ദുഃഖപ്പെടുന്ന ഒരു വളരെയധികം കാര്യമുണ്ട് കേട്ടോ. നമ്മളെ ഫിൻഡൽ കണ്ടില്ലേ, പനിച്ചിട്ട് ഒരാൾ മെയിൻ ചെയ്യാത്ത അങ്ങനെ അവസ്ഥയിൽ കിപ്പ്ലേറ്റും പോയ അന്ന് മുതൽ ഫിൻഡലിന് ഉഷാറില്ലായ്മ, പനി അങ്ങനെയൊക്കെ. കിപ്പ്ളിറ്റും പോയിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. ഈ 2 ദിവസമായിട്ട് പനി പനിച്ചിക്കണു, ഉഷാറില്ലായ്മ. അവൻ്റെ കാലിൽ ഒരു മുറി ഉണ്ടായിരുന്നു, അതൊരു മൊയോല വന്നു, പിന്നെ പൊട്ടി ചോരൊക്കെ പോയി, പിന്നെ മൊയോല വന്നു, പിന്നെ അത് പൊട്ടി ചോരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ഫിൻഡലിന് ഉഷാറില്ല, തീരെ ഉഷാറില്ല. ഒന്നൊന്നര കഥപ്പം, ഒന്നൊന്നര പനിയൊക്കെ ആയിരുന്നു. ഫിൻഡൽ പനിച്ച് അവസാനം കണ്ടില്ലേ ഇങ്ങനെ അടക്കം കിടക്കുന്ന അവസ്ഥയിലായി. അങ്ങനെ ഫിൻഡൽ പെരും കഥ. നീണമ്മയും ലക്ഷ്മിയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആട്ടും കൊണ്ട് പിന്നാമ്പറത്ത് വന്നവനെ കെട്ടിട്ടോ. ഞാൻ ഈ സമയത്ത് സ്കൂളിലായിരുന്നു. ഈ സമയത്ത് താത്ത ഇതൊക്കെ വീഡിയോ എടുക്കണം കേട്ടോ. താത്താക്കൊന്നും സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. അവളോട് ചോദിച്ചുമ്പോൾ എന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ട്. അവൾ സ്പെരി തന്നെ കുത്തിരും. കാരണം അവൾക്ക് +2 ആണ്ട് പഠിച്ചാൽ പറഞ്ഞ് കുത്തിരും. മെയിൻ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ഫിന്നിൽ കണ്ടില്ലേ, പെരും കതച്ച് പെരും പനിയായിട്ട് അവിടെ കുത്തിരിക്കണു. എനിക്കും അതേപോലെ തൊണ്ടവേദന. ഐസ്ക്രീം നമ്മൾ പലിച്ചിക്കുന്നുണ്ടാട്ടെ എനിക്ക് അവസ്ഥ. പക്ഷേ ഇവന് കിപ്പ്ളിറ്റും പോയു അന്ന് മുതലേ പ്രശ്നമാണ്. കിപ്പ്ളി നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ കിപ്പ്ളിൻ്റെ എന്താ പറയുക, കൈയില്ലേ, അവൻ്റെ കൈ തന്നെ കൈയിൻ്റെ കൈപ്പല ഒടിഞ്ഞിക്കാണോ എൻ്റെ കേട്ടോ. നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ കിപ്പ്ളിക്ക് എന്താ വെച്ചപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവൻ്റെ കൈപ്പല ഒടിഞ്ഞതാണ്. കിപ്പ്ളിയും ലക്കിയും ക്യാമലിനൊപ്പം പോകണമുണ്ട്, ഓലോപ്പം പറഞ്ഞയച്ചു കേട്ടോ. ഫിൻഡൽ വയ്യാത്തോണ്ട് കണ്ടില്ലേ ഗൈസ്, നിലത്തടക്കം കടന്നുറങ്ങണം. നമ്മൾ കിപ്പ്ളി ഒറ്റക്ക് ആകുമ്പോൾ നമുക്ക് സങ്കടമാവില്ല എത്തിനാണ് ലക്കീനും ക്യാമലിനൊക്കെ ഉണ്ടത്. പക്ഷെ നമ്മൾ കിപ്പ്ളിനെ അറക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ അവൻ കൈപ്പല പൊട്ടിയാണ്. നമ്മളെ ലച്ചുമ്മയും നീണമ്മയും കണ്ടില്ലേ, നല്ല സുസാറായിട്ട് ഫിൻഡൽ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ സമാധാനത്തോടെ തിന്നുകയാണ്. ലച്ചുമ്മനെ വിക്രസ് പറഞ്ഞാൽ നീണമ്മനെ മുമ്പിലുള്ള പുല്ലടക്കം ലച്ചുമ്മ തിന്നു. ഇത് നമ്മൾ പുതിയ പീപ്പിനെ ഓടിച്ച് പറഞ്ഞില്ലേ, അതിലൊരു പീപ്പി ചത്തുപോയി. മറ്റേ പീപ്പാണത്. ഒരു പീപ്പി കണ്ണൊക്കെ അടച്ചടച്ച് എന്താ പറയുക, 1/2 മണിക്കൂർ അങ്ങനെ അടച്ചൊക്കെ കുടിച്ച് നമ്മൾ വെള്ളമൊക്കെ തൊട്ടപ്പോൾ പിന്നെയും തുറന്നിരുന്നു. പിന്നെ അതേപോലെ അടിച്ച് അതിൽ ഇതും അങ്ങനെ ചാവാനായപ്പോൾ ഞങ്ങൾ ഗുളിക കൊടുത്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എത്ര വിലക്കാണ് നിങ്ങൾ മേടിച്ചത്. നമ്മൾ 320 ഇത് മേടിച്ചത്. ഇത് താത്ത കുഴിച്ചിട്ട പൂവാണ് കേട്ടോ. അതാണ് ഓളിങ്ങനെ കാണിച്ചത്. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണണം. നമ്മൾ ഫിൻഡലിൻ്റെ വളരെയധികം വിഷമിക്കണ ഒരു വീഡിയോ ഉണ്ട് ഇതിൽ. ഈ പൂവ് ഓള് കുഴിച്ചിട്ടതാണ്. എപ്പോഴും ഓള് കുഴിച്ചിടുമ്പോഴൊക്കെ റോഡ് പണിക്കാരോ അല്ലെങ്കിൽ നമ്മളവിടെ വൃത്തിയാക്കാവുന്ന പണിക്കാരോ ഒക്കെ വെട്ടിയിട്ട് പോകും കേട്ടോ. പക്ഷെ എന്തോ ഭാഗത്തിന് നല്ലതായിട്ട് കായ്ച്ചു, അൽഹംദുലില്ലാ. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ കയ്യിൽ നിന്നൊക്കെ വിട്ടു പോകുന്ന സാഹചര്യമാണ്. പീപ്പി പോയി, കിപ്പ്ളി പോയി, നമ്മളെ ഫിൻഡലും. അത് നമ്മൾ അവസാനം പറഞ്ഞുതരാം. ഹൈദരാബാദ് പോകാൻ ഞാൻ എത്ര ദിവസങ്ങളുള്ള ആരാ ഹൈദരാബാദിൽ നിങ്ങൾ ചോദിച്ചു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ താത്ത എന്താ പറയുക, ഞങ്ങളെ മുളകും തള്ളിക്ക് ഒക്കെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓള് തുടച്ച വെള്ളങ്ങളും അങ്ങനെ വേസ്റ്റായ വെള്ളങ്ങളൊക്കെ ഒഴിച്ചെടുക്കൽ. അപ്പം അങ്ങനെ ഓരോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിന് ആരെല്ലാവരും ചോദിച്ചില്ലേ, അപ്പോൾ ഇതാണ് നമ്മളെ ഹൈദരാബാദ് കേട്ടോ. ഹൈദരാബാദ് തന്നെ കണ്ടില്ലേ. ഓനിഞ്ഞി 2 ദിവസം, മിനിമം 2 ദിവസം ശനിയാഴ്ച ഓൻ പോവും. കാരണം ഓൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ റിബൺ ബാലുവിൽ നിന്നാണ് വിളിച്ചിരുന്നത്. ഇവൻ നമ്മൾ ഹൈദരാബാദ് ബാലുവിൽ നിന്നാണ് വിളിച്ചിരുന്നത്. ഈ ഹൈദരാബാദ് കുറച്ച് ഇൻട്രസ്റ്റ് ആയപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഹൈദരാബാദിലാണ്. അപ്പം പിന്നെ ഹൈദരാബാദിൽ നിന്ന് പേരിട്ടു. അപ്പോൾ ഹൈദരാബാദ് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. ഹൈദരാബാദിൽ ഞാൻ വിളിച്ചുമ്പോഴൊക്കെ മണ്ടി വരുന്നുണ്ടോ. അപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നു. നമ്മളെ ഫിൻഡൽ മരിച്ചുപോയി. ഹൈദരാബാദ് വരെ ഓനെ കണ്ടിട്ടില്ല, പക്ഷെ ഹൈദരാബാദ് വരെ ഓനെ കരഞ്ഞു കേട്ടോ. ലക്ഷ്മി ഈണമൊക്കെ കരഞ്ഞു. ഓൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്, അവസാനത്തെ വീഡിയോ ആണെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്തൊരു വീഡിയോ ബൈ.